പ്രിയദർശൻ തമ്പി, ഇവിടെ രണ്ടംഗ ബെഞ്ച് അത് അത്രത്തോളം സാധാരണമല്ല. ഇത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കോടതിക്ക് മുന്നിലേക്ക് 9-ാം തീയതിക്ക് മുമ്പ് എത്താൻ പോകുന്നതേ ഉള്ളൂ. അതിനു മുൻപ് തന്നെ രണ്ടംഗ ബെഞ്ച് രൂപീകരിച്ചുകൊണ്ട് അത് അത്രത്തോളം വരുന്ന സെൻസിറ്റീവ് വിവരങ്ങളെ സ്വീകരിക്കാൻ കോടതി കാത്തിരിക്കുന്നു എന്നൊരു ഫീലാണോ കോടതിയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്? അല്ല, തീർച്ചയായിട്ടും ഹാഷ്മി ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് അനിതര സാധാരണമായ ഒരു സംഭവവികാസം തന്നെയായിട്ട് തന്നെ കാണേണ്ടിയിരിക്കുന്നു. അങ്ങനെ കാണുമ്പോൾ തന്നെ അതിൻ്റെ ഗൗരവം എത്രത്തോളം ഗൗരവത്തിലാണ് കോടതി ഈ പ്രശ്നത്തെ കാണുന്നത് എന്ന് വേണം നമ്മൾ നോക്കിക്കാണാൻ. കാരണം കേരള ഹൈക്കോടതിയുടെ ചരിത്രത്തിൽ തന്നെ വളരെ അപൂർവമായി മാത്രമേ ഇത്തരത്തിലുള്ള സംഭവവികാസങ്ങൾ ഉണ്ടായിട്ടുള്ളൂ. എന്നാൽ ഈ വിഷയത്തിൽ ഒരു പ്രത്യേക ബെഞ്ച് തന്നെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നു എന്നുള്ളത് വളരെ ഗൗരവവും വളരെ പ്രാധാന്യവുമുള്ള ഒരു വസ്തുതയായി തന്നെ നിയമലോകത്ത് നിൽക്കുന്നവർ കാണുന്നുണ്ട് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം അത് ഇന്ന് നമ്മൾ മനസ്സിലാക്കിയതുപോലെ, അല്ലെങ്കിൽ ഇന്ന് പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ പോലെ, കേരള ഹൈക്കോടതിയിലെ ഏറ്റവും സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള രണ്ടാമത് സീനിയറായിട്ടുള്ള ഒരു ജഡ്ജിയാണ് ജയശേഖർ നമ്പ്യാർ ഈ ബെഞ്ചിനെ ഹെഡ് ചെയ്യുന്നത്. ആ ബെഞ്ചിൽ മറ്റൊരു വനിതാ ജഡ്ജി കൂടി ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ അത്തരത്തിൽ വളരെ പരിചയസമ്പന്നതയും വനിതാ പ്രാതിനിധ്യവും എല്ലാം കൂട്ടിയിണക്കിക്കൊണ്ട് ഒരു ഡിവിഷൻ ബെഞ്ച്, ഒരു സിംഗിൾ ബെഞ്ചല്ല, ഒരു ഡിവിഷൻ ബെഞ്ച് തന്നെ ഇത് സംബന്ധിച്ച് ഉള്ള പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. അപ്പോൾ ഇത് സംബന്ധിച്ചുള്ള ഈ ഹേമ കമ്മീഷനിൻ്റെ റിപ്പോർട്ട് നടപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് 2 പൊതുതാൽപര്യ ഹർജികൾ തന്നെ ഇപ്പോൾ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ മുമ്പിലുണ്ട്. ആ പൊതുതാൽപര്യ ഹർജികൾ ഉൾപ്പെടെ എല്ലാ ഹർജികളും, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ ഹർജികളും ഈ ബെഞ്ചായിരിക്കും പരിശോധിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. അപ്പോൾ ബെഞ്ചിൻ്റെ പരിഗണനാ വിഷയങ്ങൾ എന്താണെന്നുള്ളതിനെക്കുറിച്ച് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത് ശരിയല്ല എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. കാരണം ആ പരിഗണനാ വിഷയങ്ങൾ എന്താണെന്നുള്ളത് ഹൈക്കോടതി തീരുമാനിക്കാനിരിക്കുന്നതേ ഉള്ളൂ. ആ ബെഞ്ച് പരിഗണിക്കേണ്ട വിഷയങ്ങൾ എന്തൊക്കെയാണ് എന്നത് തീരുമാനിക്കാനിരിക്കുന്നതേ ഉള്ളൂ. പക്ഷെ താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ഈ പ്രത്യേക ബെഞ്ച് രൂപീകരിച്ചത് ഈ വിഷയത്തിന് കോടതി എത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നുണ്ട് എന്നതിൻ്റെ സൂചനയായിട്ട് വേണമല്ലോ നമ്മൾ മനസ്സിലാക്കാൻ. അപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ഈ ഗൗരവ കുറ്റകൃത്യ സ്വഭാവമുള്ള കാര്യങ്ങളിൽ അതിൻ്റെ വിവരങ്ങൾ പുറത്തു വന്നപ്പോൾ സർക്കാരിന് മേൽ വലിയ സമ്മർദ്ദമുണ്ടായി. കാരണം ആ കാര്യങ്ങളിൽ FIR ഇട്ട് കേസെടുത്ത് അന്വേഷണം നടത്തണം, സർക്കാർ ഈ കാര്യങ്ങളിൽ നിയമ നടപടികളുമായി മുന്നോട്ട് പോകണം എന്ന സമ്മർദ്ദമുണ്ടായപ്പോൾ സർക്കാർ സ്വീകരിച്ച ഒരു സമീപനം, 1, പരാതിക്കാരുണ്ടാകട്ടെ എന്നതായിരുന്നു. 2, ഇപ്പോൾ സർക്കാരിൻ്റെ സമീപനം കോടതിയിലെത്തിയ വിഷയമാണല്ലോ, കോടതി തീർപ്പാക്കട്ടെ എന്നതാണ്. അപ്പോൾ താങ്കൾ പറയുന്നു പ്രത്യേക ബെഞ്ചിനെ രൂപീകരിച്ചതിനെ വളരെ ഗൗരവമായി സവിശേഷമായി കാണണം എന്ന് പറഞ്ഞാൽ സർക്കാരിന് ഇനി അടങ്ങിയിരിക്കാൻ കഴിയില്ല എന്നുകൂടിയല്ലേ അതിൽ നിന്ന് മനസ്സിലാകേണ്ടത്? അല്ല, ഇപ്പോൾ തന്നെ നമുക്കറിയാമല്ലോ, ഇപ്പോൾ തന്നെ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഇത് സംബന്ധിച്ച് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഇത് സംബന്ധിച്ചുള്ള ഒരു അന്വേഷണം നടക്കുന്നുണ്ട്. ആ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെട്ടതിൻ്റെ നമ്മൾ ഇതിനു മുമ്പ് തന്നെ ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ ചർച്ച ചെയ്യപ്പെട്ടുള്ളതാണ്. അതിൽ ഏറ്റവും സംസ്ഥാനത്തെ 5 IPS ഉദ്യോഗസ്ഥർ അടങ്ങിയ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമാണ് ഇത് മോണിറ്റർ ചെയ്യുന്നത്. ആ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം മോണിറ്റർ ചെയ്യുകയാണെങ്കിൽ പോലും ഏത് സ്റ്റേഷനിൻ്റെ പരിധിയിലാണോ ഇതിൻ്റെ ഒഫൻസ് കമ്മിറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് അവിടെ FIR ഇട്ട് അവിടെ അന്വേഷിക്കാനേ കഴിയുകയുള്ളൂ. അപ്പോൾ തന്നെ ഈ അന്വേഷണ സംഘത്തെയും രൂപീകരിച്ചുകൊണ്ട് ഒരു ഗവൺമെൻറ് ഉത്തരവിട്ടിട്ടുണ്ട്. എന്നാൽ അതിൻ്റെ എല്ലാം ഉപരിയായിക്കൊണ്ട് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഇത്തരത്തിൽ ഒരു ബെഞ്ച് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെട്ടതുകൊണ്ട് തന്നെ ഈ ഹൈക്കോടതിയുടെ പരിഗണനാ വിഷയങ്ങൾ എന്താണെന്ന് തീർപ്പാക്കപ്പെട്ടിട്ടില്ല എങ്കിൽ പോലും നമ്മൾ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ പ്രത്യാശിക്കുന്നത്, നടക്കുവാൻ സാധ്യതയുള്ള ഒരു പോസിബിളായിട്ടുള്ള കാര്യം ഈ പറയുന്ന അന്വേഷണങ്ങളെ ആകെ തന്നെ, ഈ പറയുന്ന സംഭവ വികാസങ്ങളെ ആകെ തന്നെ, ഈ പറയുന്ന സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ തന്നെ മോണിറ്റർ ചെയ്യുന്ന സംസ്ഥാനത്തിലെ ഏറ്റവും ഉന്നതമായ നീതിപീഠം അത്തരത്തിൽ ഇതിന്റെ ആകെ ഹേമ കമ്മീഷൻ ചോദിക്കുമ്പോൾ പറയുന്നതാണ് ഈ പറഞ്ഞ SIT. യഥാർത്ഥത്തിൽ SIT എന്നുള്ളത് സർക്കാരിന്റെ ഏതെങ്കിലും തരത്തിൽ ഒരു ഔദാര്യമോ, അല്ലെങ്കിൽ തമ്പി ഇവിടെ ഒരു കൊഗനൈസബിൾ ഒഫൻസിന് ഇൻഫർമേഷൻ കിട്ടിയാൽ FIR ഇടാൻ പോലീസ് ഉദ്യോഗസ്ഥൻ മാൻഡേറ്ററി ആണെന്നിരിക്കെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അത് ചെയ്തില്ലെന്നത് പോട്ടെ, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷം പുറത്തു വന്ന വെളിപ്പെടുത്തലുകൾ ഇത് ചെയ്യാതിരിക്കാൻ സർക്കാരിന് കഴിയുമായിരുന്നില്ല. അത് തന്നെ ഭംഗിക്ക് ചെയ്തോ? ഈ SIT രൂപീകരിച്ച വിജ്ഞാപനം എവിടെയാണ് താങ്കൾ കണ്ടുണ്ടോ ശ്രീ തമ്പി? തന്നെയുമല്ല, SIT എന്നത് യഥാർത്ഥത്തിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ വിവരങ്ങൾ പരിശോധിക്കാനല്ല, പഠിക്കുന്നില്ല. ആ കമ്മിറ്റി പരിശോധിക്കുന്നത് അതിന് ശേഷം വന്ന വെളിപ്പെടുത്തലുകളാണ്. അതിലേക്ക് നോക്കണ്ട എന്നാണ് DGP പറഞ്ഞത്. അപ്പോൾ അഡ്വക്കേറ്റ് പ്രിയദർശൻ തമ്പി സാർ സൂചിപ്പിക്കുന്ന പോലെയാണെങ്കിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പരിശോധിക്കാൻ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു നടപടിയില്ല. ഈ കോടതി എടുക്കുന്ന ഗൗരവ സ്വഭാവം ഈ വിഷയത്തിൽ സർക്കാർ അശേഷം കാണിക്കുന്നില്ല, തന്നെയല്ല ഏതാണ്ട് അവഗണിച്ച മട്ടിലാണ് ഇപ്പോൾ.
സർക്കാർ പറഞ്ഞൊരു ന്യായം കോടതി തീരുമാനിക്കട്ടെ, അതിനുശേഷം ഞങ്ങൾ ഇടപെടാം എന്നതാണ്. പക്ഷെ കോടതിക്കല്ലല്ലോ, ഈ റിപ്പോർട്ട് സർക്കാരിനാണല്ലോ ഞാൻ കൊടുത്തത്. പറഞ്ഞത് സർക്കാരിന് ഒരു ന്യായമായി ഇപ്പൊ സർക്കാർ അത് പറയുന്നുണ്ട്. അത് കോടതിയിൽ ഒരു പൊതു താല്പര്യ ഹർജി ആരോ കൊടുത്തത് കൊണ്ട് അത് മാത്രമല്ല, ഒരു സാഹചര്യമായി ഉപയോഗിക്കുന്നത് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഇപ്പൊ PV അൻവർ ഉന്നയിക്കുന്ന ഗുരുതരമായ ഒരു ആഭ്യന്തര വകുപ്പിനെ കുറിച്ചുള്ള ആരോപണത്തിൽ നമ്മുടെ വാർത്തയുടെ ഫോക്കസ് മാറി എന്നുള്ളത് ശരിയാണ്. അപ്പോഴും ഈ പറയുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ തുടർച്ചയിലെ വെളിപ്പെടുത്തലുകൾ എന്തോ ചില വ്യവഹാരങ്ങൾ നടക്കുന്നു എന്നതിനപ്പുറം ഹേമ കമ്മിറ്റി അണ്ടച്ചടായിരിക്കുകയാണ്. ഈ തമ്പി സർക്കാരിന് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും FIR ഇടാം എന്ന ഏത് നിയമപ്രമാണം നോക്കിയാലും ഇടാൻ കഴിയുന്ന ആ വസ്തുതയിൽ കോടതിയിൽ പൂർണ്ണമായി പ്രതീക്ഷ അർപ്പിച്ചിരിക്കുകയാണ് സർക്കാർ ഇപ്പോഴും. മാത്രമല്ല തമ്പി ഇന്നലെ ഇന്നലെയോ മിനിഞ്ഞാന്നോ സർക്കാർ ഒരു നിയമോപദേശം തേടുന്നുണ്ട്. അധികം പുറത്തു വന്ന വാർത്തയല്ല. AGയോട് നിയമോപദേശം തേടുന്നു. എന്തിനാണ്? ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോഴും ഇത് കോടതിക്ക് വിവരങ്ങൾ കൊടുക്കാതിരിക്കാൻ എന്തെങ്കിലും ലൂപ്പ് ഹോൾ ഉണ്ടോ എന്ന് സർക്കാർ ഇപ്പോഴും നോക്കുകയാണ്. എന്തിനാണത്? അല്ല, അത് നമ്മൾ അത്തരത്തിലുള്ള ഇൻ്റർപ്രിട്ടേഷൻ അങ്ങനെ ഒരു ഇൻ്റർപ്രിട്ടേഷൻ മാത്രം അതിന് കൊടുക്കണമെന്നുള്ള അഭിപ്രായക്കാരനല്ല ഞാൻ. കാരണം നമുക്ക് അതിൻ്റെ ചരിത്രത്തിലേക്കും നാൾ വഴികളിലേക്കും ഒക്കെ കടന്നുപോയി കഴിഞ്ഞാൽ ഹേമ കമ്മീഷൻ ഉണ്ടായ സാഹചര്യം തന്നെ നമ്മൾ പരിശോധിക്കണം. കമ്മീഷൻ എങ്ങനെ ഉണ്ടായി? ഹേമ കമ്മീഷൻ ഉണ്ടായ സംഭവവികാസങ്ങൾ എവിടെ നിന്നാണ് തുടങ്ങിയത്? 2017 നമുക്കറിയാം. ആ 2017 നമ്മുടെ ഒരു പ്രശസ്തയായ നടിയെ തട്ടിക്കൊണ്ടുപോയി ഈ കിഡ്നാപ്പിംഗ്, റേപ്പ് ഉൾപ്പെടെയുള്ള സംഭവവികാസങ്ങൾ നടന്നപ്പോൾ അന്ന് മുതൽ, ഞാനത് പറയാൻ കാരണം വെച്ചാൽ അന്ന് മുതൽ ആ കേസിലെ അതിജീവിതയോടൊപ്പം നിന്ന് സംസാരിക്കുകയും പൊതുസമൂഹത്തിൽ അതിനെക്കുറിച്ച് അഭിപ്രായം പറയുകയും ചെയ്ത ഒരാൾ എന്നുള്ള നിലയിൽ അത് പറയാനുള്ള അവകാശം എനിക്കുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ആ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസ്ഥാനത്തെ ഏറ്റവും പ്രശസ്തനായ ഒരു നടൻ അതിനെ ഇൻവോൾവ് ചെയ്യുകയും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും ഒക്കെയുള്ള സംഭവവികാസങ്ങൾ ഉണ്ടാകുകയും WCC എന്ന് പറയുന്ന സംഘടന ഉണ്ടാവുകയും ആ WCC എന്ന് പറയുന്ന സംഘടന ഉണ്ടായപ്പോൾ അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ ജസ്റ്റിസ് ഹേമയെ നിയമിച്ചു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ഗവൺമെൻറ് ഒരു കാര്യവും ചെയ്തില്ല എന്നുള്ള അഭിപ്രായം നമുക്ക് പ്രകടിപ്പിക്കാൻ ഒരു കാര്യം ചെയ്തില്ലെന്ന് പറയുന്നില്ല. പക്ഷേ ഇവിടെ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു പ്രധാനപ്പെട്ട ഒരു നടി തെരുവീതികളിൽ റേപ്പ് ചെയ്യപ്പെട്ടു. ശ്രീ പ്രിയദർശൻ തമ്പി, അതിന്റെ അടിസ്ഥാനത്തിൽ പ്രതിഷേധമുണ്ടായി, അതിന്റെ അടിസ്ഥാനത്തിൽ WCC ഉണ്ടായി. അല്ലാതെ ജസ്റ്റിസ് ഹേമ പൊടുന്നനെ സർക്കാർ എന്നാൽ ഒരു ഹേമ ഉണ്ടാക്കായേക്കാം എന്ന് പറഞ്ഞ് ഉണ്ടാക്കിയതല്ല. രാജ്യത്തുണ്ടാവാത്തൊരു സംഭവം നമ്മുടെ ഈ നാട്ടിൽ, നമ്മുടെ സ്ത്രീപക്ഷ കേരളത്തിൽ ഉണ്ടായി. അതിന്റെ തുടർച്ചയിലാണ് ഹേമ കമ്മിറ്റി ഉണ്ടായത്. ഞാൻ പറഞ്ഞത് തീർച്ചയായിട്ടും സംശയമൊന്നുമില്ല. അതെ, ഞാൻ പറഞ്ഞത് ഈ ജസ്റ്റിസ് ഹേമ എന്ന് പറയുന്ന ജഡ്ജി അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ കാര്യം വളരെ പരിണിതപ്രജ്ഞയായ ഒരു ന്യായാധിപയാണ്. ഒരു മികച്ച അഭിഭാഷകയായിരുന്നു. കോഴിക്കോട് ബാറിലെ ഏറ്റവും സീനിയറായിട്ടുള്ള ക്രിമിനൽ അഭിഭാഷകനായിരുന്ന ഭാസ്കരൻ നായർ അവരുടെ ജൂനിയറായി പ്രാക്ടീസ് ചെയ്യുകയും പിന്നീട് നേരിട്ട് സെഷൻ ജഡ്ജിയായി വരികയും ദീർഘകാലം കൂളക്കം സൃഷ്ടിച്ച നിരവധി ക്രിമിനൽ കേസുകൾ കൈകാര്യം ചെയ്യാൻ അവസരം കിട്ടുകയും ചെയ്ത സെഷൻ ജഡ്ജിയാവുകയും പിന്നീട് ഹൈക്കോടതി ജഡ്ജിയെ എലവേറ്റ് ചെയ്യുകയും ദീർഘകാലം കേരള ഹൈക്കോടതി ജഡ്ജിയായി പ്രവർത്തിക്കുകയും സധൈര്യം പല കേസുകളിലും പബ്ലിക് ഒപ്പീനിയനെതിരെ പോലും വിധിന്യായങ്ങൾ എഴുതിയിട്ടുള്ള ഒരു ജഡ്ജിയായി പ്രവർത്തിക്കുകയും ചെയ്ത ജസ്റ്റിസ് ഹേമ തന്നെ ഇത്തരത്തിലുള്ള ഒരു കേസ് കമ്മീഷനായി വന്നു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. അവരുടെ ഈ നിയമോപദേശം സർക്കാർ തേടുന്നുണ്ട്. ആ തേടുന്നതിന് ഒരു പക്ഷേ തമ്പി സാറ് പറയുന്നത് എൻ്റെ വ്യാഖ്യാനമായിരിക്കാം. എങ്കിൽ കൂടിയും കോടതി ഈ വിവരങ്ങൾ കൊടുക്കണം എന്ന് പറഞ്ഞതിന് ശേഷം നിയമോപദേശം തേടുന്നതിന് അർത്ഥം എന്താണ്? എന്തായാലും ഏജ് കൊടുക്കുന്ന നിയമോപദേശം ഏതെങ്കിലും തരത്തിൽ അപ്പീൽ കൊടുക്കാൻ പാടില്ല, ഏതെങ്കിലും തരത്തിൽ ഈ വിവരങ്ങൾ മറച്ചു വെക്കാൻ പാടില്ല. എന്തൊക്കെ സർക്കാരിൻ്റെ പക്കലുണ്ടോ എന്ന് പറഞ്ഞാൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ ഭാഗമായി പുറത്തു വരാത്ത ഭാഗങ്ങളടക്കം അതിനുശേഷം വരുന്ന കേസുകളിലെ മൊഴികളടക്കം എന്തൊക്കെ സർക്കാരിനുണ്ടോ മറ്റൊന്നും നോക്കാതെ കോടതിയിലേക്ക് കൊടുത്തേക്കും എന്നാണ് പറയുന്നത്. നിയമോപദേശം തേടുന്നതിൽ അങ്ങനെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നതിന് എനിക്ക് മതിയായ കാരണങ്ങളുണ്ട്. കാരണം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ച അന്ന് മുതൽ സർക്കാർ കാണിക്കുന്ന ഒളിച്ചുകളിയാണ്. വേണു, ഇവിടെ ഇപ്പോൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മുദ്രവെച്ച കവറിൽ ഹൈക്കോടതി നൽകണമെന്ന് പറഞ്ഞാൽ സർക്കാരിന് കൊടുത്തേ മതിയാകും. അതുകൊണ്ട് അത് അങ്ങനെ തന്നെ സംഭവിക്കും. അതിലിപ്പോൾ ഒരു അപ്രതീക്ഷിതമായൊരു നീക്കം കരുതേണ്ടതില്ല. അങ്ങനെയെങ്കിൽ അത് കോടതിയെ ലക്ഷ്യമാവുകയാണ് ചെയ്യുക. അതുകൊണ്ട് അത് ആ സാധ്യതയില്ല. മുദ്രവെച്ച കവറിൽ അത് കൊടുക്കുക തന്നെ വേണം. ഇപ്പോൾ നിയമോപദേശം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു സത്യവാങ്മൂലം കൊടുക്കുന്നുണ്ട്. ഇത് വീണ്ടും കോടതി പരിഗണിക്കുമ്പോൾ സർക്കാരിൻ്റെ സത്യവാങ്മൂലമാണത്. എന്ന് വെച്ചാൽ ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ എന്തൊക്കെ സർക്കാരിന് എടുക്കാം എന്നതിൻ്റെ സത്യവാങ്മൂലമാണ് നൽകുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ നിയമോപദേശം അടക്കമുള്ള കാര്യങ്ങൾ വരുന്നത്. എനിക്ക് അതിനേക്കാൾ പ്രധാനപ്പെട്ട ചോദ്യം ശ്രീ പ്രിയദർശൻ തമ്പിയോട് ചോദിക്കാനുണ്ട്. ഈ ഹൈക്കോടതി ഇപ്പോൾ ഈ ഡിവിഷൻ ബെഞ്ച് രൂപീകരിച്ചിരിക്കുകയാണ്, 2-അംഗ ബെഞ്ച്. പ്രിയദർശൻ തമ്പി, ഇതിൽ ഏതെങ്കിലും തരത്തിൽ ഈ റിപ്പോർട്ട് ഇനി പരിശോധിച്ചാൽ പോലും കോടതി ഈ പറയുന്ന റിപ്പോർട്ട് മുഴുവൻ വായിച്ചു. ഇനി 2 ഹർജികൾ ഇനിയിപ്പോൾ ഈ ബെഞ്ചിലേക്കാണ് വരാൻ പോകുന്നത്. അത് ഈ റിപ്പോർട്ടിന്മേൽ കോഗ്നിസിബിൾ ആയിട്ടുള്ള ഒഫൻസ് നടന്നിട്ടുണ്ട്. അതുകൊണ്ട് ആ കാര്യത്തിൽ നിയമ നടപടികളിലേക്ക് പോകണമെന്ന് പറയുന്ന 2 PILകളാണ് വന്നിരിക്കുന്നത്, അല്ലേ? അപ്പോൾ അങ്ങനെ വരുമ്പോൾ
ഈ 2 പൊതുതാൽപര്യ ഹർജികൾ വെച്ചുകൊണ്ട് കോടതിക്ക് അത് പരിഗണിച്ചേ പറ്റൂ. കോടതിക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാരണം ഒരു നിയമപരമായ പിൻബലവുമുള്ള ഒന്നല്ല ആ കമ്മിറ്റി. അവിടെ ആരും എന്ത് മൊഴി കൊടുത്താലും അതിന് യാതൊരു നിയമസാധുതയുമില്ല. അപ്പോൾ നിയമപരമായി പിൻബലമില്ലാത്ത ഒരു കമ്മിറ്റിയിൽ നിയമസാധുതയില്ലാതെ വന്ന മൊഴികൾ അത് വെച്ചുകൊണ്ട് ഈ 2 പൊതുതാൽപര്യ ഹർജികളിൽ ഇനി എത്ര മഹത്തായ കാര്യമാണ് ഹൈക്കോടതി ഇന്ന് തീരുമാനിച്ചെന്ന് പറഞ്ഞാലും അതിന് നിയമപരമായ അണുവട മുന്നോട്ട് പോകാൻ കഴിയുമോ? അല്ല, അത്തരത്തിലൊരു കൺക്ലൂഷനിലേക്ക് നമുക്ക് എത്താൻ കഴിയുമോ എന്ന് എനിക്കിപ്പോൾ തോന്നുന്നില്ല. കാരണം കോടതിയുടെ ഇടപെടലുകൾ കൊണ്ട് അത്തരത്തിലുള്ള പല സംഭവങ്ങളും പുറത്തു വന്ന കാര്യങ്ങളുണ്ട്. കാരണം ഹേമ ഈ കമ്മീഷൻ്റെ അല്ലെങ്കിൽ കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ ആരുടെയും പേര് പറയുന്നില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. പക്ഷെ ആരുടെയും പേര് പറയുന്നില്ല എങ്കിൽ പുട്ടസ്വാമി കേസിന്റെ സുപ്രീം കോടതി വിധിയുടെ ക്രക്സ് എന്താണ്? അല്ല, ഞാൻ പറഞ്ഞു വന്നത്, അങ്ങ് പറഞ്ഞത് ശരിയാണ്. പക്ഷേ കോടതിക്ക് അത്തരത്തിലുള്ള പരിമിതികളുണ്ട് എന്ന് നമുക്ക് വ്യാഖ്യാനിക്കാൻ ഒരിക്കലും കഴിയില്ല. കാരണം ഈ കോടതിയുടെ അത്തരത്തിലുള്ള ജൂറിസ്ഡിക്ഷൻ അനുസരിച്ച് ഈ പ്രശ്നങ്ങളിൽ ഇടപെടാൻ കഴിയും, തീർച്ചയായിട്ടും ഇടപെടാൻ കഴിയും. ഈ റിപ്പോർട്ട് അല്ലെങ്കിൽ ഈ കമ്മിറ്റിയുടെ നിഗമനങ്ങൾ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് വെറുതെ കോടതി, കാരണം ഈ റിപ്പോർട്ട് പരിശോധിച്ച അടിസ്ഥാനത്തിൽ എന്ത് നടപടികൾ ഒരാൾക്കെതിരെ ഒരു പരാതി ഒരു കമ്മിറ്റിക്ക് കൊടുക്കുന്നു. ആ പരാതി കൊടുത്തയാൾ ഏറ്റവും പരമപ്രധാനമായി പറയുന്നത് അവരുടെ സ്വകാര്യത സംരക്ഷിക്കപ്പെടണമെന്നാണ്. ഈ ഭരണഘടനയിൽ ഏറ്റവും മൗലികമായ അവകാശമാണ് സ്വകാര്യത സംരക്ഷിക്കപ്പെടുക. അതാണ് പുട്ടസ്വാമി വിധിയും. അങ്ങനെ വരുമ്പോൾ ഈ കോടതി ഈ റിപ്പോർട്ട് പരിശോധിച്ചാലും ഈ പൊതുതാൽപര്യ ഹർജികൾ പരിഗണിച്ചാലും വ്യക്തിയുടെ സ്വകാര്യതയെ ഹനിക്കുന്ന ഒരു നടപടിയിലേക്ക് ഇനി ഏത് കോടതിയാലും, ഹൈക്കോടതി ഭരണഘടനാ കോടതിയാണ്, അതിന് പോകാൻ കഴിയുമോ? അല്ല, പ്രതിയുടെ സ്വകാര്യതയ്ക്ക് ഈ പറഞ്ഞ പ്രതിയല്ല ഉണ്ടോ? ഞാൻ പറഞ്ഞത് ഇരയുടെ കാര്യം മാത്രമല്ല. ഇര പറയുകയാണ്. വേണുവിനോട് ഞാൻ ഒരു കാര്യം അങ്ങ് സൂചിപ്പിച്ച ഈ വിധി ഉണ്ടെങ്കിൽ പോലും അതിനകത്തൊക്കെ നമുക്ക് അതൊരു എല്ലാം ഒരു ജനറലൈസ് ചെയ്തുകൊണ്ട്, പ്രത്യേകിച്ചും സ്ത്രീകൾ ഇൻവോൾവ് ആയിട്ടുള്ള കേസുകളിൽ അത്തരത്തിലൊരു നിഗമനത്തിൽ നമുക്ക് എത്താൻ കഴിയില്ല. സപ്പോസ് ഒരു മൈനർ കുട്ടി ഉണ്ടെന്ന് വെക്കുക, ഇതിനകത്തൊരു പോക്സോ കേസ് വേറൊന്നാണ്. പോക്സോ കേസ് കേട്ടറിവുണ്ടെങ്കിൽ തന്നെ എടുക്കാം. അല്ലല്ല, പോക്സോ കേസ് ഉണ്ടെങ്കിൽ അതിനെപ്പറ്റി ഒരു അന്വേഷണ ഉദ്യോഗസ്ഥന് അറിവുണ്ടെങ്കിൽ തന്നെ അടുത്ത നടപടികളിലേക്ക് പോകാം. അതുപോലെയല്ല ഇത്. എടുക്കാം. സപ്പോസ് ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ സ്വകാര്യതയുടെ പ്രശ്നം വരുന്നുണ്ട് എങ്കിൽ പോലും ഇതിൽ വളരെ 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 പ്രത്യേകമായ ഒരു ലേഡിയുടെ പേര് പറയുന്നുണ്ടെങ്കിൽ അവരെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പോലീസിന് കോടതി ആവശ്യപ്പെടുകയാണെങ്കിൽ കഴിയും, അവരെ ചോദ്യം ചെയ്യാൻ കഴിയും. അപ്പോഴും അവർ ആ മൊഴിയിൽ ഉറച്ചു നിൽക്കണം. അതാണ് ഏറ്റവും പ്രധാനം. ഈ റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾക്ക് യാതൊരു നിയമസാധ്യതയില്ലെങ്കിലും പിന്നീട് പോലീസ് അവരെ കണ്ട് ചോദിക്കുമ്പോൾ ആ മൊഴിയിൽ അവർ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ, ആ മൊഴിയിൽ അവർ ഉറച്ചു നിൽക്കാതിരിക്കും. കാരണം അവരെ പ്രധാനമായും കാണുന്ന അവരുടെ സ്വകാര്യതയാണ്. ഒരു സെക്കൻഡ്. ഈ പറയുന്ന ഹേമ കമ്മിറ്റിയുടെ മുൻപാകെ ഈ പറയുന്ന മൊഴികൾ കൊടുക്കാൻ ഇവർ പോയതിന്റെ അടിസ്ഥാനം തന്നെ അവർ മുന്നോട്ട് വെച്ച ഏറ്റവും പരമപ്രധാനമായ ഉപാധി എന്ന് പറയുന്നത് ഈ സ്വകാര്യത സംരക്ഷിക്കണമെന്നാണ്. അതാണ് ഹേമയും അതുകൊണ്ട് ആ കാര്യത്തിൽ ഉറപ്പ് കൊടുത്തുകൊണ്ട് ഇങ്ങനെ ഒരു റിപ്പോർട്ട് സർക്കാരിന് നൽകിയിരിക്കുന്നതും. അപ്പോൾ താങ്കൾ പറയുകയാണ് കോടതിക്ക് വിളിച്ചു വരുത്താം. ശരി, പക്ഷെ കോടതിക്ക് വിളിച്ചു വരുത്തിയാൽ എനിക്ക് പരാതിയില്ല എന്നൊരാൾ പറഞ്ഞാൽ അവിടെ തീരുന്നതേ ഉള്ളൂ. ഒരു കോടതിയുടെ മുൻപാകെയും ഒരു അന്വേഷണ ഉദ്യോഗസ്ഥന്റെ മുൻപാകെയും ആ വ്യക്തിക്ക് പോകേണ്ടതില്ലല്ലോ. ശ്രീ പ്രിയദർശൻ തമ്പി, അല്ല, അത് നമ്മളതൊരു നിയമപരമായ ഒരു ചട്ടക്കൂട്ടിൽ നിന്നുകൊണ്ടുള്ള ഒരു അഭിപ്രായ പ്രകടനമാണ്. ലീഗലി നോക്കുമ്പോൾ അങ്ങനെ നമുക്ക് പറയാം. പക്ഷെ അതിൻ്റെ അങ്ങനെ നമുക്ക് അത് നമ്മൾ ധാർമ്മികമായിട്ടും നിയമപരമായിട്ടും അത് ശരിയാണോ എന്ന് ചിന്തിക്കണമെന്ന് വ്യക്തിപരമായ അഭിപ്രായമുള്ള ആളാണ് ഞാൻ. കാരണം ഇത്തരത്തിലുള്ള ആളുകളെ മിസ്യൂസ് ചെയ്യുന്നു എന്ന് വെക്കുക, ചൂഷണം ചെയ്യുന്നു എന്ന് വെക്കുക, വിത്തൗട്ട് കൺസെൻറ്റ്. ഇപ്പോൾ കൺസെൻറ്റ് ഉണ്ടെങ്കിൽ ഒന്നും വരുന്നില്ലല്ലോ, റേപ്പ് ആവുന്നില്ലല്ലോ. കൺസെഷണൽ സെക്സ് എന്ന് പറയുന്നത് ഒരു കാരണവശാലും ഈ ഒഫൻസ് അല്ലല്ലോ. കൺസെഷണൽ അല്ലാത്ത എന്തെങ്കിലും പ്രോമിസ് നൽകിക്കൊണ്ട് അല്ലെങ്കിൽ എന്തിൻ്റെയെങ്കിലും ഉപാധികളുടെ പേരിൽ ഒരു സ്ത്രീയെ മിസ്യൂസ് ചെയ്യുകയാണെങ്കിൽ ആ സീക്രസി ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് മാത്രം എന്തിനാണ് ഒരു ഒഫൻസ് നമ്മൾ ഡിക്റ്റേറ്റ് ചെയ്യുന്നത്? ഹേമ കമ്മിറ്റി പാര 96 ആവർത്തിക്കപ്പെടാതിരിക്കണ്ടേ? അപ്പോൾ ഹേമ കമ്മിറ്റി പാര 96 പറയുന്നത് ഇങ്ങനെയാണ്: ഓൺ അനാലിസിസ് ഓഫ് എവിഡൻസ് ബിഫോർ us, we are satisfied that women face sexual harassment even from very known people in film industry who are named before the committee. On considering the various aspects, we have no reason to disbelieve that what was stated before us regarding sexual harassment in film industry. പാര 116 പറയുന്നത് ഇങ്ങനെയാണ്:
മെനി വിറ്റ്നസ് എന്ന് പറഞ്ഞാൽ ഹേമ ചോദിക്കുന്നു എന്തുകൊണ്ട് പോലീസിലേക്ക് പോയിക്കൂടാ. അവർ പറയുന്നു മെനി വിറ്റ്നസ് സ്റ്റേറ്റഡ് ബിഫോർ ദ കമ്മിറ്റി ദാറ്റ് ദേ ഫേസ് വേരിയസ് കോൺസിക്വൻസസ് ഇഫ് ദേ ഗോ ടു ദ പോലീസ് സ്റ്റേഷൻ വിത്ത് ആൻ അലിഗേഷൻ ഓഫ് സെക്ഷൽ ഹറാസ്മെന്റ് ഓർ അസോൾട്ട്. ഇഫ് ദ ടേക്ക് അപ്പ് ദ മാറ്റർ ബിഫോർ കോർട്ട് പോലീസ് ദേ വിൽ ഫേസ് വേഴ്സ് കോൺസിക്വൻസസ് ഇൻക്ലൂഡിംഗ് ദാറ്റ് ടു ലൈഫ്. ജീവൻ പോലും നഷ്ടമാകും എന്ന പേടികൊണ്ടാണ് ഞങ്ങൾ പോലീസിലേക്ക് പോകാതിരിക്കുന്നത് എന്ന് ഈ പരാതിക്കാർ ഹേമയോട് പറയുന്നുണ്ട്. വേണു, ഇവിടെ പായ്ച്ചർ നവാസ് എന്ന് പറയുന്ന ഒരു വ്യവഹാരിയാണ് കോടതിയിലേക്ക് പോകുന്നത്. സ്ഥിരം വ്യവഹാരിയാണ്, കോടതിക്ക് പായ്ച്ചർ നവാസ് നന്നായി അറിയാം. എന്ന് പറഞ്ഞാൽ സ്ഥിരം വ്യവഹാരിയാണെന്നും എന്താണ് ഇൻറ്റൻഷൻ എന്നൊക്കെ കോടതിക്ക് ഇയാളെ നന്നായി അറിയാം. ആ പായ്ച്ചർ നവാസിൻ്റെ സ്ഥിരം വ്യവഹാരിയുടെ ഒരു ഹർജിയിൽ ഇത്രത്തോളം സീരിയസ് ആയി അത് എടുക്കണമെങ്കിൽ, അതിൻ്റെ തുടർച്ചയിൽ ഇത്രത്തോളം സീരിയസ് ആയി ഡിവിഷൻ ബെഞ്ചിലേക്ക് അല്ലെങ്കിൽ ഒരു ബെഞ്ച് രൂപീകരിച്ച് അതിലേക്ക് പോകണമെങ്കിൽ ഉറപ്പായും വേണു ആ പറയുന്ന നിയമപരമായ, ഇപ്പോൾ വേണു പറയുന്ന ആ നിയമത്തിൻ്റെ ചട്ടക്കൂടിൽ പറയുന്നത് ശരിയാണെങ്കിൽ കൂടിയും കോടതി അതിനെക്കുറിച്ചുകൂടി വിശാലമായി കാണുന്നു എന്ന് കരുതിക്കൂടെ? അല്ല, ഇപ്പോൾ ആർക്ക് വേണമെങ്കിലും ഹർജി കൊടുക്കാൻ കോടതിയുടെ രജിസ്ട്രി വഴി അത് സ്വാഭാവികമായും ഹർജി ഫയൽ ചെയ്യപ്പെടും. അത് സ്വാഭാവികമായും കോടതിയുടെ പരിശോധനയിലേക്ക് വരും. പക്ഷേ കോടതിക്ക് അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ റോൾ എടുക്കാൻ കഴിയില്ല. അപ്പോൾ പായ്ച്ചർ നവാസിന് ഒരു കാര്യം ഒരു ഹർജി എന്ന നിലയിൽ കൊടുക്കാമെന്ന് പറയുന്നത് ഒരു സാധ്യതയായിരിക്കുമ്പോഴും അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ റോൾ എടുക്കാൻ കഴിയില്ല എന്നത് കോടതിയുടെ പരിമിതിയുമാണ്. അതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. മറിച്ച് എനിക്ക് തോന്നുന്നത് ഈ പ്രിയദർശൻ തമ്പി ഈ വിശാഖ കേസ് എന്നൊക്കെ പറയുന്ന കാര്യത്തിനകത്ത് സുപ്രീം കോടതി ഇടപെടുന്നത് യഥാർത്ഥത്തിൽ നിയമമില്ല. അങ്ങനെ വരുമ്പോൾ സുപ്രീം കോടതി തന്നെ ഗൈഡ് ലൈൻ കൊടുക്കുന്നു, അതിനുശേഷം അതിനൊരു സാവകാശം കേന്ദ്ര സർക്കാരിന് കൊടുക്കുന്നു, ഇത്ര കാലയളവിനുള്ളിൽ നിങ്ങൾ നിയമം കൊണ്ടുവരിക. അതുവരെ പക്ഷേ രാജ്യത്തെ നിയമം എന്ന് പറയുന്നത് ഈ ഗൈഡ് ലൈൻസ് ആയിരിക്കും. അങ്ങനെയാണ് ഈ ഇന്റേണൽ കംപ്ലയിന്റ് കമ്മിറ്റിയൊക്കെ വരുന്നത് അല്ലേ. അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു മാർഗനിർദ്ദേശം നൽകുക എന്നതിലേക്ക് ഈ രണ്ടംഗ ബെഞ്ചിന് ഇപ്പോൾ കടക്കാൻ കഴിയുകയുള്ളൂ എന്ന് കരുതുന്നു. താങ്കളുടെ നിരീക്ഷണം എന്താണ് അതിനെപ്പറ്റി? അല്ല, എനിക്ക് തോന്നുന്നത് കോടതികൾ പലപ്പോഴും അവരുടെ നീതി നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായി, ജുഡീഷ്യൽ ആക്ടിവിസത്തിൻ്റെ ഭാഗമായി പലതും ചെയ്ത ചരിത്രമുണ്ട്. കാരണം അതിൻ്റെ ഏറ്റവും നമുക്ക് ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യർ തിഹാർ ജയിലിൽ നിന്ന് പോസ്റ്റ് കാർഡിൽ സ്റ്റാമ്പോ ഒന്നുമില്ലാതെ ഒരു വ്യക്തി എഴുതിയ കത്ത്, ഒരു കാർഡ്, പോസ്റ്റ് കാർഡിൽ തിഹാർ ജയിലിൽ നടക്കുന്ന ഈ പറയുന്ന പ്രവണതകളെക്കുറിച്ച് എഴുതിയ കാർഡ് റിട്ട് ഹർജിയായി പരിഗണിച്ചുകൊണ്ട് തിഹാർ ജയിലിൽ നടക്കുന്ന അഴിമതികളെക്കുറിച്ച് അന്വേഷിച്ച ചരിത്രമുള്ള ജുഡീഷ്യൽ ആക്ടിവിസത്തിൻ്റെ വലിയ ചരിത്രമുള്ള നാടാണ് നമ്മുടെ രാജ്യം. നമ്മുടെ ഭരണഘടന, ഉദാത്തമായ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങളും അതുതന്നെയാണ്. അപ്പോൾ ഈ ജുഡീഷ്യറി എന്ന് പറയുന്നത് വെറും ഒരു കാവലായിട്ട് നിൽക്കുന്ന സ്ഥാപനമൊന്നുമല്ല എന്ന് ഇന്ത്യൻ ജുഡീഷ്യറിയുടെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നത് തീർച്ചയായിട്ടും കോടതി ഫലപ്രദമായി ഇതിൽ ഇടപെടും. കാരണം ഞാൻ ഈ പറഞ്ഞ ഈ വായിച്ച പാരഗ്രാഫുകൾ അടക്കം നടപടികൾ ഉണ്ടാകുന്നതിനെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഉറപ്പായും അങ്ങനെ ഉണ്ടാവണം. കാര്യം ഞാൻ ഈ വായിച്ച പാരഗ്രാഫ് അടക്കം എന്ന് പറഞ്ഞാൽ സെക്ഷൽ ഹറാസ്മെന്റ്, സെക്ഷൽ അസോൾട്ട് ഉണ്ടായി, അത് വെരി വെൽ നോൺ പേഴ്സൺസിന്റെ ഭാഗത്ത് അടക്കം ഉണ്ടായി എന്ന് പറയുന്ന പാരാ 96 അടക്കം എന്തുകൊണ്ട് പോലീസിലേക്ക് പോകാൻ കഴിയുന്നില്ല എന്ന് ഇരകൾ പറയുന്ന അവരുടെ ദയനീയമായ പരിമിതി, അവരുടെ ദയനീയമായ വിലാപങ്ങളടക്കം ആ മേഖലയിൽ നടക്കുന്ന അങ്ങേയറ്റത്തെ സെക്ഷൽ അസോൾട്ട്, വേട്ട എന്ന ഗണത്തിൽ തന്നെ പെടുത്താവുന്ന കാര്യങ്ങളടക്കം നമ്മൾ കാണാത്ത മറച്ചുവെച്ച ആ ഭാഗങ്ങൾ കൂടി കോടതിയിലേക്ക് മുന്നിലേക്ക് എത്തുമ്പോഴേക്കും കോടതിക്ക് അതിൽ ആക്ട് ചെയ്യാതിരിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് വിശ്വാസം.